കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആയ TA ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ബ്രീഫിംഗ് ആയിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയത്. അപ്പോൾ അതിന് മുന്നേ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഒഫീഷ്യലായിട്ട് കാണും, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരും, പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുത്തുമെന്ന്. പക്ഷേ ആ 10 മിനിറ്റ് നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൽ ഒരിക്കൽ പോലും എന്തിനാണ് റോയി ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിച്ചിട്ടില്ല, അതിനെക്കുറിച്ചൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയിയുടെ അനുജനായ CJ ബാബുവിനെ അങ്ങേറ്റം അദ്ദേഹം തള്ളിപ്പറഞ്ഞു മാത്രമല്ല എന്താ സംഭവിച്ചത്, അതായത് ഈ CJ റോയ് മരിച്ച സമയത്ത് മാധ്യമങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ പീഡനം കാരണമാണ്, അവരുടെ ഒരു ഹൈ പ്രഷർ കാരണമാണ് CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു ബൈറ്റ് അദ്ദേഹം CJ ബാബു മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അത് അങ്ങേയറ്റത്തെ തെറ്റാണ്. ആദായ നികുതി ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല റിലേഷനായിരുന്നു, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സെറ്റിൽമെൻറ്റുകളും നടത്തിയിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് റോയ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ആ വികാര തള്ളിച്ചയിൽ പറഞ്ഞതാണെന്ന്. അതായത് അവിടെ തന്നെ അദ്ദേഹത്തിന് പിഴച്ചു. ഈ പത്രസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം പറഞ്ഞ ഉടനെ അവിടെ തന്നെ എന്തോ ഒന്ന് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CJ ബാബുവും CJ റോയും തമ്മിൽ നല്ല രീതിയിലുള്ള അടുപ്പങ്ങൾ സൂക്ഷിച്ച വ്യക്തികളായിരുന്നു. ജ്യേഷ്ഠാനുജന്മാരാണെങ്കിലും നല്ല രീതിയിലുള്ള അടുപ്പം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തികളായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് A to Z പിൻകോഡ് അടക്കം അറിയുന്നൊരു വ്യക്തി തന്നെയാണ് CJ റോയുടെ അനുജനായ CJ ബാബു എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇയാൾ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CJ ബാബു എന്ന് പറയുന്ന വ്യക്തിക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എവിടുന്നോ എന്തോ ഓൺലൈൻ മീഡിയ ന്യൂസ് കേട്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം, ഒരു സംഭവം നടന്നിട്ട് ആ കമ്പനി MD വന്നിട്ട് പറയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, ഞാൻ ആദ്യം അയാൾ ഉദ്ദേശിച്ചത് ഞാൻ CJ ബാബുവിനെ വാൺ ചെയ്തു എന്ന്, അതായത് ഇങ്ങനൊന്നും പറയരുതെന്ന് വാൺ ചെയ്തു എന്ന്. പിന്നീട് അയാൾ മാറ്റി പറഞ്ഞു ഞാനൊരു അഡ്വൈസ് കൊടുത്തുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആ ഒരു സാധനം വന്നു, ഞാൻ CJ ബാബുവിനെ വാൺ ചെയ്തു എന്ന്. അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സത്യം പുറത്തു വന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദായ നികുതി ഉദ്യോഗസ്ഥരായിട്ട് റോയ്ക്ക് നല്ല ബന്ധമാണ്, എല്ലാ സെറ്റിൽമെൻറ്റും നടത്തിയിട്ടുണ്ടായിരുന്നു, എത്ര എന്താ പറയേണ്ടത് ഫൈൻ അടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ റിലേഷനായിരുന്നു ഇത്തരം സ്ഥാപനങ്ങളായിട്ട് റോയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് റോയ് ആത്മഹത്യ ചെയ്തു? നേരത്തെ പറഞ്ഞ മാതിരി റോയുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്ന അനുജൻ അങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഇല്ലാതെ പറയില്ലല്ലോ. അതായത് ഇവരൊന്നും സാധാരണ വ്യക്തികളല്ല, സമൂഹത്തിൽ എന്താ പറയേണ്ടത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഇത്രയും ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വാർത്ത അറിഞ്ഞിട്ടല്ല സംസാരിക്കുക. അപ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ തന്നെ ഈ TA ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ കള്ളക്കളി പൊളിഞ്ഞു എന്നാണ് ആ പത്രസമ്മേളനത്തിന് ശേഷം എല്ലാം പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആൾക്കാരൊക്കെ ഈ മേഖലയിൽ ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഒന്ന് പിടിഞ്ഞ് കുടഞ്ഞു കഴിഞ്ഞാൽ, ഈ TA ജോസഫ് എന്ന് പറയുന്ന ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ഒന്ന് കുടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുമെന്നാണ് പറയുന്നത്. അതായത് ഒരിക്കൽ പോലും ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഇത്രയും വലിയ കോടികൾ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിലെ CCTV കഴിഞ്ഞ 3 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള CCTV ഒരു 1-2 ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തായാലും നമ്മൾ നോട്ടീസ് ചെയ്യും ഉറപ്പായിട്ടും. അതായത് CCTV വെച്ചവർക്ക് അറിയാം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. അപ്പോൾ ഒരു ദിവസം പോലും വർക്ക് ചെയ്തില്ലെങ്കിൽ അത് അപ്പം തന്നെ പോയിട്ട് ടെക്നീഷ്യനെ വിളിച്ചിട്ട് വീട്ടുകാർ പോലും ചെയ്യും. അപ്പോൾ ഇത്ര ഒരു കോർപ്പറേറ്റ് ഒരു കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും ഇത്രയും സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിന് പിന്നിൽ എന്തൊക്കെ കളികളുണ്ടെന്ന് വരും ദിവസങ്ങൾ എന്തായാലും പുറത്തു വരും. അപ്പോൾ എന്ത് തന്നെയാലും ഈ CJ റോയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ക്യാബിന് ആക്സസിലെ ഒരേ ഒരു വ്യക്തിയാണ് ഈ TA ജോസഫ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ TA ജോസഫിന് അവിടെ ആക്സസ് ഉള്ള സ്ഥിതിക്ക് എന്താ പറയുക, ഇതിനകത്ത് ഒരുപാട് ഡോക്യുമെൻറ്റുകളുണ്ട്, സീൽഡ് ചെയ്തു വെച്ച പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് റോയ് ആത്മഹത്യ ചെയ്തത്. അതിലൊക്കെ വലിയ വലിയ പേരുകളുണ്ട്, വലിയ തിമിംഗലങ്ങളുടെ പേരുകളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ആ സമയത്തൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. അതായത് ആദായ നികുതി ഉദ്യോഗസ്ഥരായിട്ട് നല്ല ടേംസിൽ തന്നെയായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഭയങ്കര വൈരുദ്ധ്യമുള്ളൊരു സംഭവം തന്നെയാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത്. അപ്പോൾ എന്തിനാലും ഈ ഒരു സംഭവം കേസ് അന്വേഷിക്കുന്ന SIT ഉണ്ടല്ലോ, ആദ്യം ചെയ്യേണ്ടത് ഈ പത്രസമ്മേളനം നടന്ന ഉടനെ തന്നെ ഇയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യണമായിരുന്നു.
ഇയാളുടെ ഫോൺ, ഇയാൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇയാളെ എല്ലാ ഡീറ്റെയിൽ ടു സെറ്റ് കാര്യങ്ങളും, സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും ഇയാളെ ഫോൺ പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഇയാൾ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു, ഫോണൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അങ്ങനെയുള്ള ഒരു വലിയ രീതിയിലുള്ള ബൃഹത്ത് ഒരു അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്നും അറിയില്ല. അതായത് ഈ SIT എന്ന് പറഞ്ഞ കർണാടക SIT കേരളത്തിൽ അവർ കൊച്ചിയിലും തിരുവനന്തപുരത്തിലെ ഓഫീസിലൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഇപ്പോൾ ആകെ മൊത്തത്തിൽ ഈ മാധ്യമങ്ങൾ ഈ വാർത്ത ഒന്നും ഒരാളും ഇതിനെ ചർച്ച ചെയ്യുന്നില്ല. അതായത് ഇത്തരം വാർത്തകൾ അടിച്ചമർത്താൻ വേണ്ടി ഏതോ മേഖലയിൽ നിന്ന്, ഏതോ ഒരു കോണിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, അതിനുശേഷം ഒരു വാർത്തകൾ പോലുമില്ല. എന്തിന് ഈ TA ജോസഫിൻ്റെ വാർത്താ സമ്മേളനം പോലും എല്ലാം വലിയ രീതിയിലാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ആ ഒരു 10 മിനിറ്റ് സംസാരം മാത്രം, അന്നത്തെ ആ ഒരു ടോക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഒരാൾ സംസാരിക്കുന്നില്ല. ആ ഒരു മൊത്തത്തിൽ ഒരു ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെയും CJ റോയുടെ ന്യൂസിന് ഒരു വലിയ രീതിയിലുള്ള ഒരു എന്ന് പറയുന്നത് ഒന്നും കാണാനില്ല. അതിനെക്കുറിച്ചുള്ള ഒരു ആരും അങ്ങനെ മെയിൻ സ്ട്രീം മീഡിയയിലായാലും ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. അതിന് പിന്നിലൊക്കെ വലിയ വലിയ കളികളുണ്ടോ? ഇത്തരം വാർത്തകൾ അടിച്ചമർത്താൻ വേണ്ടി, സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും കർണാടക SIT ഈ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടക്കണം. അതായത് റോയുടെ ക്യാബിനിൽ പോലും ആക്സസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ത് തന്നെയായാലും ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് കർണാടക SIT എന്തുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വാർത്തകളൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളൊക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റോയെ ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ നമ്മുടെ KK നമ്പൂതിരിയും ലതാ നമ്പൂതിരിയൊക്കെ ചതിച്ചിട്ടാണ് ഇയാൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അപ്പോൾ ഈ അവിടുത്തെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു CJ റോയ്. ആ പ്രോജക്റ്റ് ഡയറക്ടർ, അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടീസും വാങ്ങിയത് ആ സമയത്ത് ഈ CJ റോയുടെ പേരിലാണെന്നും, അങ്ങനെയാണ് സർജാപൂരിലുള്ള ഇപ്പോൾ വിമാനത്താവളമൊക്കെ ഇല്ല സർജാപൂരിലെ 300 ഏക്കറൊക്കെ CJ റോയുടെ പേരിലായത്. അത്തരത്തിലുള്ള ഒരു ഡേർട്ടി ഗെയിം ഇയാൾ കളിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സമാനമായ സാഹചര്യം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ TA ജോസഫിനെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതായത് ചില ആൾക്കാരൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും വലിയ രീതിയിൽ പ്രചാരണം കിട്ടുന്നില്ല. ഈ വിഷയത്തിലധികം അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടാണോ എന്നറിയില്ല, വലിയ രീതിയിൽ പ്രചാരണം നടക്കില്ല. പക്ഷേ വലിയ രീതിയിൽ ഡിസ്കഷനും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് മുമ്പ് CJ റോയ് എങ്ങനെയാണോ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചത്, ആ ലെവലിൽ ഈ TA ജോസഫ് ഇവിടെ പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം CJ റോയ് പോയിക്കതിന് ശേഷം ഫുൾ കൺട്രോൾ ഇയാളുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അത് മകനാണ് നാച്ചുറലായിട്ട് ഇതിൻ്റെ സക്സസർ. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മകന് ഇവിടുത്തെ ഇന്ത്യയിലെ ബിസിനസ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അത് പുറത്തെ കാര്യങ്ങളുമായിട്ടാണ് പുള്ളിക്കാരൻ എൻഗേജഡായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുൾ ആക്സസും ഫുൾ കൺട്രോളും, എന്തൊക്കെയാണ് നടക്കുന്നത്, എവിടേക്കാണ് എന്തൊക്കെയാണ് വാങ്ങിയത്, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ ബോധമുള്ള, എല്ലാത്തിലും നല്ല ഒരു കൺട്രോളിലൊരു വ്യക്തിയാണ് ഈ TA ജോസഫ്. അപ്പോൾ അങ്ങനെയുള്ളൊരു TA ജോസഫ് മുമ്പ് റോയ് എങ്ങനെയാണോ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് സകലമാന ഉടായ്പകളും കളിച്ചിട്ട് തൻ്റെ സാമ്രാജ്യം, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്, അപ്പോൾ സമാനമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തൻ്റെ റോയുടെ ക്യാബിനിൽ പോലും ആക്സസ് ഉള്ള വ്യക്തിയാണ് ഈ വ്യക്തിയെങ്കിൽ ഈ വ്യക്തി അത്രയും പവർഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ മൊത്തം കൈയടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല. അതായത് ടോട്ടലി അനുജനെ സൈഡാക്കി, അനുജൻ അങ്ങേയറ്റം സൈഡാക്കി. അതായത് പത്രസമ്മേളനത്തിൽ വന്ന് പറയാണ് അയാളെ ഞാൻ വാൺ ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇയാൾ ഒന്ന് കൊട്ടഞ്ഞൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ മകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞാൽ മകനും ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. പത്രസമ്മേളനത്തിൽ പോലും ആദ്യം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒഫീഷ്യലി പറഞ്ഞ പത്രസമ്മേളനത്തിൽ മകനും MD ഒക്കെ വരുന്നു. പക്ഷേ മകനൊന്നും വന്നില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും ഇയാൾ എന്തെങ്കിലും കളി നടത്തിയിട്ടുണ്ടോയെന്നും പിന്നീട് നമുക്ക് അത് പറയാൻ പറ്റില്ല എന്താ സംഭവിച്ചതെന്ന്. അവൾ ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും അവരൊക്കെ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ ബിസിനസ്സിലൊക്കെ അവർക്ക് എന്താണ് നടക്കുന്നത്, ഇതിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് എന്താണ്, ആർക്കൊക്കെ ആക്സസ് ഉണ്ട്, എന്തൊക്കെ ഡാറ്റകളെ ഹാൻഡിൽ ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ്, അത്തരം കാര്യങ്ങൾ വെർബലി ഡിസ്കസ് ചെയ്യുന്നില്ലാണ്ട് അതിലൊന്നും ആക്സസ് ഇല്ല, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നില്ലേ. അതായത് ഈ റോയി ഒരു ഡയറി എഴുതി വെച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതാരും കണ്ടില്ല. ഇതിപ്പം പുറത്തു വരുന്ന കാര്യം മാത്രമല്ല, ഇപ്പോൾ CCTV പോലും 3 മാസമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഡയറിയൊക്കെ എഴുതിയതിൻ്റെ തിയറിയൊക്കെ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ അവർ പറയുന്ന മാതിരി. അപ്പോൾ എന്ത് തന്നെയാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇയാളെ കേന്ദ്രീകരിച്ച് വേണം. ഇയാൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പുറത്തു വരും.
അതായത് ഈ ആദായനികുതി ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ അതിനപ്പുറത്തുള്ള എന്തോ കാര്യമാണ്. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ആരും കണ്ടില്ലല്ലോ അവിടെ ചെന്നത് ഈ ആദായനികുതി ഉദ്യോഗസ്ഥരാണോ അല്ല വേറെ വല്ലവരും ആണോ എന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒരു CCTV ഫുട്ടേജ് പോലുമില്ല. ഈ കർണാടക SIT എന്തെങ്കിലും അന്വേഷിച്ചിട്ട് കോടതിയിലെത്തിയാൽ മാത്രമേ വലിയ വലിയ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ച നോക്കുകയാണെങ്കിൽ ഇയാളെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.